സഹായത്തിനായി 6ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി രചിച്ചിട്ടുള്ള വഴികാട്ടി പ്രവർത്തന പാഠങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാർ ചെയ്ത സഹായക വീഡിയോ ആണിത്. യൂണിറ്റ് 1 പാലേം പോസേം എന്ന യൂണിറ്റിലെ ആദ്യ പാഠമാണ് മേരി മാ. സർഗർമി തസ്വീർ മേം ആപ് ക്യാ ക്യാ ദേഖ്തേ ഹേ ലിഖിയേ. ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എന്തെല്ലാമാണ് ഉള്ളത് എന്ന് എഴുതാനാണ് ആദ്യ പ്രവർത്തനം. സഹായകരമായ രീതിയിൽ ഇവിടെ ഒരു പദസൂര്യൻ നൽകിയിട്ടുണ്ട്. പദസൂര്യൻ ഗർ വീട്, ഖൂബ്സൂരത്ത് ഭംഗിയുള്ള വീട് അല്ലേ. ഇനി ഈ വീട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്? യേ ബച്ചേ ഹെ, ബച്ചേ എന്ന് എഴുതാം. ഇതിനെ ലഡ്ക എന്നും ലഡ്കി എന്നും മാറ്റി എഴുതുകയും ചെയ്യാം. ഇവിടെ ദേക്കോ, ഇവിടെ മുർഗി ഹെ കോഴിയുണ്ട്, ബില്ലി ഹെ പൂച്ചയുണ്ട്, കുത്ത ഹെ നായയുണ്ട്, ദാദാ ഹെ ദാദയുണ്ട്. ഇനിയോ മനോഹരമായൊരു ചിത്രമാണ്. ഖേത്തുണ്ട്, കിസാൻ കർഷകനുണ്ട്, പഹാഡ് മലകളുണ്ട്, പേട് മരങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഇവിടെ ഈ പദസൂര്യന് ചുറ്റും എഴുതാനുള്ള പ്രവർത്തനമാണ്. സിമ്പിളാണല്ലോ. ഇതെഴുതിയാൽ ഇവ ഉപയോഗിച്ച് വീടിനെക്കുറിച്ച് വാക്യങ്ങൾ തയ്യാറാക്കാനാണ് അടുത്ത പ്രവർത്തനം. ഇവിടെ നോക്കൂ, ഗർ എന്നുണ്ട്, ഖൂബ്സൂരത്ത് എന്നുണ്ട്. ഇതുപയോഗിച്ച് യേ ഗർ ഖൂബ്സൂരത്ത് ഹെ, യേ ഗർ ഖൂബ്സൂരത്ത് ഹെ, ഈ വീട് ഭംഗിയുള്ള വീടാണ്. ഇനിയോ ഇവിടെ നമ്മൾ എഴുതുന്നതിനനുസരിച്ചാണ് ബാക്കി എഴുതേണ്ടത്. ഇവിടെ ലഡ്കേ എന്നോ ബച്ചേ എന്നോ ഒക്കെ എഴുതുകയാണെങ്കിൽ നമുക്കെന്തെഴുതാം? ഗർ കെ ആംഗൺ മേ ബച്ചേ ഹൈ, ലഡ്കേ ആംഗൺ മേ ബച്ചേ ഹെ, ബരാമദേ മേ ദാദാ ഹെ. ओके, घर के सामने क्या है? हाँ, बिल्ली है. और तस्वीर में खेत है. ओके, घर के आंगन में मुर्गी है, കോഴിയുണ്ട്. ഈ രീതിയിൽ സെൻറ്റൻസുകൾ എഴുതാനാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഇവ ഭംഗിയായി എഴുതുമല്ലോ. മേരി മാ എന്ന പാഠത്തിലെ രണ്ടാമത്തെ സർഗർമി പ്രവർത്തനം എന്താണ് നോക്കൂ. നീച്ചെ ഗർ കെ ബാരെ മേ ഏക് ഗീത് ഹെ, തറന്നം സെ ഗായിയെ. താഴെ നൽകിയ വീടിനെക്കുറിച്ചുള്ള പാട്ട് ഈണത്തിൽ ചൊല്ലി നോക്കാനാണ്. അപ്പോൾ ആ പാട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾ നല്ലപോലെ നോക്കുക. കിത്തിന അച്ഛാ ഗർ ഹെ മേര, कितना प्यारा घर है मेरा, अब्बा अम्मी दादी दादा, भाई बहना सहारा मेरा, तोता मुर्गी बिल्ली कुत्ता, जिनसे भरता दिल है मेरा, जिनसे भरता दिल है मेरा. എല്ലാവർക്കും വായിക്കാൻ കിട്ടിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാകുന്നു. 2-3 തവണ വായിക്കുക. വായിച്ചതിന് ശേഷം ഇതിന് അനുയോജ്യമായ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ആലപിച്ചു നോക്കൂ. ഇനിയോ, യേ ഗീത് ഗൗർ സെ പഠിയേ, ശ്രദ്ധയോടുകൂടി വായിക്കൂ. ഇസ്മേ ക്യാ ക്യാ ബയാൻ കർത്തേ ഹെ, ഇതിൽ എന്തൊക്കെയാണ് വിവരിച്ചിട്ടുള്ളത്. ചന്ദ് ജുംലെ ലിഖിയേ, ചില സെൻറ്റൻസുകൾ എഴുതാനാണ്. ഇത് വീടിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്.
മേരാ ഘർ പ്യാരാ ഹെ. എൻ്റെ വീട് ഇഷ്ടപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ്. രണ്ടാമത്തെ വരിയിൽ നിന്നാണ് ആ സെൻറ്റൻസ് എഴുതിയിട്ടുള്ളത്. കിത്ന പ്യാരാ ഘർ ഹെ മേരാ. മേരാ ഘർ പ്യാരാ ഹെ. മേരാ ഘർ പ്യാരാ ഹെ. രണ്ടാമത്തെ സെൻറ്റൻസിൽ നിന്നാണ് മേരാ ഘർ പ്യാരാ ഹെ എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? മേരാ ഘർ പ്യാരാ ഹെ എന്നതിന് പകരം ഒന്നാമത്തെ സെൻറ്റൻസിൽ പ്യാര എന്നുള്ളിടത്ത് എന്താ വരുന്നത്? അച്ച എന്നതാണ് അല്ലേ? അവിടെ പ്യാര എന്ന് മാറ്റി അച്ചാ ഹെ എന്നെഴുതിയാൽ രണ്ടാമത്തെ സെൻറ്റൻസ് എഴുതാൻ സാധിച്ചു. ഇനി മൂന്നാമത്തെ വരിയിലും നാലാമത്തെ വരിയിലും വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നതാണ്. അബ്ബ, അമ്മി, ദാദി, ദാദ, ബായി, ബഹന അല്ലേ? ഇവരൊക്കെയാണ് വീട്ടിലുള്ളത്. ഞാൻ ആശ്രയിക്കുന്നതായിട്ട്, എന്നെ സഹായിക്കുന്നവരായിട്ട് ഇവരൊക്കെയാണ് ഉള്ളത് എന്നാണ് കുട്ടി പറയുന്നത്. ഇവിടെ ഇവരൊക്കെ ഉണ്ട് എന്നെഴുതിയാൽ സെൻറ്റൻസായി അല്ലേ? അപ്പോൾ വീട്ടിൽ എന്നതിന് ഗർമേം എന്നു പറഞ്ഞതിന് ശേഷം, ഗർമേം എന്നെഴുതിയതിന് ശേഷം അബ്ബ, അമ്മി, ദാദി, ദാദ ഇവയെല്ലാം എഴുതുക. ബായി കഴിഞ്ഞ് അവസാനത്തെ ആളെ എഴുതുന്നതിന് പകരം, അവസാനത്തെ ആളെ എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഔർ ബഹൻ ഹൈ എന്ന് എഴുതുക. ഔർ ബഹൻ ഹൈ. മേരെ ഗർമേ അമ്മി, അബ്ബ, ബായി, ബഹൻ, ദാദ, ഔർ ദാദി ഹൈ. ഈ രീതിയിൽ എഴുതുക. ഇതുപോലെ തന്നെയാണ് എന്ത്? മേരെ ഗർമേ തോത്ത, മുർഗി, ബില്ലി ഓർ കുത്ത ഹൈ. ഇതുപോലെ സിമ്പിളായി നമുക്ക് പെട്ടെന്ന് തന്നെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ ഇഷ്ടപ്പെട്ട 4 സെൻറ്റൻസ് എഴുതാനുള്ളതാണ്. ഒരു സെൻറ്റൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. 3 സെൻറ്റൻസ് എഴുതാനുള്ള പ്രവർത്തനമാണ്. വളരെ സിമ്പിളാണ്. എല്ലാവരും ശ്രദ്ധിച്ച് എഴുതുക. മേരി മാ എന്ന പാഠത്തിലെ 3ാമത്തെ പ്രവർത്തനമാണിത്. മേരി മാ എന്ന പാഠം അതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുസ്തകത്തിലുള്ളതുപോലെ തന്നെ സബ്സെ പ്യാരി ഹെ വോ എന്ന് തുടങ്ങി അവസാനം റാസി ഹോഗ ഹുദ വരെയുള്ള എല്ലാ വരികളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ കവിത ഈണത്തിൽ ചൊല്ലി നോക്കണം. നമ്മളെല്ലാവരും നേരത്തെ തന്നെ ഈണത്തിൽ ചൊല്ലിയ ഒരു നസ്മാണിത്. ഇനി ഇവിടെ ഒരു പ്രവർത്തനം, ഇസ് നസ്മ കെ ഹം ആവാസ് അൽഫാസ് ലിഖിയെ എന്നതാണ്. ഈ കവിതയിലെ സമാന ശബ്ദപദങ്ങൾ കണ്ടെത്തി എഴുതൂ. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഉദാഹരണം? ഖിസ്മത്ത് ജന്നത്ത്. ഖിസ്മത്ത് ജന്നത്ത് എന്ന ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹം ആവാസ് അൽഫാസ്? ഹം ആവാസ് അൽഫാസ് എന്നാൽ ഒരേ ശബ്ദം വരുന്ന പദങ്ങളാണ് ഹം ആവാസ് അൽഫാസ്. മിക്കവാറും അവയുടെ അവസാനത്തെ അക്ഷരം ഒന്നു തന്നെയായിരിക്കും. എന്നാൽ അവസാനത്തെ അക്ഷരം ഒന്ന് തന്നെയായി എന്ന് കരുതിയെല്ലാം ഹം ആവാസ് അൽഫാസ് ആയിക്കൊള്ളണമെന്നില്ല. സബ്സെ പ്യാരി ഹെ വോ സബ്സെ അച്ചി ഹെ ജോ. സബ്സെ अच्छी है जो, मेरी माँ ही तो है सबसे सच्ची है जो. अच्छी സച്ചി. देखिए ഇവിടെ നോക്കൂ, അച്ചി സച്ചി ഇവ രണ്ടും ഒരുപോലെയാണ് ഉച്ചരിക്കുന്നത്. ഒരേ ശബ്ദമാണ് ഈ 2 പദങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ഹം ആവാസ് അൽഫാസ് ആയിരിക്കും. ഉസ്കെ ലബ് പേ സദാ മേരാ ഹി സിക്ർ ഹെ. ഉസ്കെ ലബ് നമ്മളെങ്ങനെയാണ് തുടങ്ങിയത്? സബ് ലബ്. ഹം ആവാസ് അൽഫാസ് ആണെന്ന് മനസ്സിലായല്ലോ. സബ് എന്നതും ലബ് എന്നതും രണ്ടിലും 2 അക്ഷരങ്ങളാണ്. രണ്ടിൻ്റെയും ഉച്ചാരണം ഒരുപോലെയാണ് വരുന്നത്. ഇതുപോലെ ഈ പാട്ട് ഇങ്ങനെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഹം ആവാസ് അൽഫാസ് കിട്ടും. നിങ്ങൾ 1, 2, 3, 4 ഹം ആവാസ് അൽഫാസ് നിങ്ങൾ ഈ പാട്ടിൽ നിന്ന് കണ്ടെത്തി എഴുതണം. എഴുതൂലേ? ജി ഹാ. മേരി മാ എന്ന പാഠത്തിലെ നമ്മുടെ വർക്ക് ബുക്കിലെ അവസാനത്തെ പ്രവർത്തനമാണിത്. എന്താണ് പ്രവർത്തനം നോക്കൂ. അമ്മി കെ ബാരെ മേ ലിഖി ഹുയി യേ നസ്മ തറന്നും കെ സാത്ത് പഠിയേ.
അമ്മയെക്കുറിച്ചുള്ള കവിത ഈണത്തിൽ ചൊല്ലി നോക്കൂ. ഞാൻ വായിച്ചു തരാം, കൂട്ടുകാർ ഈണത്തിൽ ചൊല്ലണം. രാജ് ദുലാരി പ്യാരി അമ്മി, രാജ് ദുലാരി പ്യാരി അമ്മി, അമ്മി അമ്മി प्यारी अम्मी, मेरी जान से प्यारी अम्मी, राहत तेरी छावों में, जन्नत तेरे पावों में, राहत तेरी छावों में, जन्नत तेरे पावों में, राहत सारी मावों में, जिक्र करे ये दुनिया सारी, जिक्र करे ये दुनिया सारी, രാജ് ദുലാരി പ്യാരി അമ്മി. ഈ പാട്ട് ഈണത്തിൽ ചൊല്ലി നോക്കൂ. നസം പഠിക്കർ അമ്മി കെ ബാരെ മേ ചന്ദ് ജുംലെ ലിഖിയേ. ഈ കവിത വായിച്ച് അമ്മയെക്കുറിച്ച് വാക്യങ്ങൾ രചിക്കൂ. മേരി അമ്മി രാജ് ദുലാരി ഹെ. രാജ് ദുലാരി ഇവിടെ ഉണ്ട് അല്ലേ? പ്യാരി അമ്മി, മേരി അമ്മി രാജ് ദുലാരി ഹെ എന്നാണ് പറഞ്ഞത്. ഇവിടെ മേരി അമ്മി രാജ് ദുലാരി എന്നതിന് പകരം പ്യാരി ഹെ എന്ന് പറയാം അല്ലേ? ജാൻ സെ പ്യാരി ഹെ, മേരി ജാൻ സെ പ്യാരി ഹെ എന്നെഴുതാം. അമ്മിക്ക് ചാവോമേ, തേരി എന്നുള്ളതിന് പകരം അമ്മിക്ക് എന്നാക്കുക. അമ്മിക്ക് ചാവോമേ റാഹത്ത് ഹെ. സെൻറ്റൻസ് എഴുതേണ്ട രൂപം മനസ്സിലാക്കുക. റാഹത്ത് തേരി ചാവോമേ എന്ന വരിയാണ്. ഈ വരിയെ എങ്ങനെ സെൻറ്റൻസ് ആക്കാം? തേരി അല്ലെങ്കിൽ തേരെ എന്നൊക്കെ വരുമ്പോൾ അതിന് പകരം അമ്മിക്ക് എന്നാക്കുക, അല്ലെങ്കിൽ അമ്മിക്കെ എന്നാക്കാം. തേരി എന്നാവുമ്പോൾ അമ്മിക്ക്, തേരെ എന്നാവുമ്പോൾ അമ്മിക്കെ. തേരി ചാവോമേ എന്നുള്ളതിന് പകരം അമ്മിക്ക് ചാവോമേ റാഹത്ത് ഹെ. അവസാനിക്കേണ്ടത് ഹെ വെച്ചിട്ടാണ്. തേരെ പാവോമേ ജന്നത്ത് ഹെ. ഇതുപോലെ എങ്ങനെ എഴുതുക? സെൻറ്റൻസ് 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 എഴുതുക. 4 സെൻറ്റൻസ് കൂട്ടുകാർ എഴുതണം. ഇതുപോലെ 6ാം ക്ലാസ്സിലെ വർക്ക്ഷീറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ശുക്രിയ. ഖുദാ ഹഫീസ്.